Celebrating 50 years. Majestic Jewelers. ഷാബാ ഷെരീഫിന്റെ മൃതദേഹാവശിഷ്ടത്തിനായുള്ള തിരച്ചിലിനിടെ എല്ലിൻ കഷ്ണം കണ്ടെത്തി. മൃതദേഹം തള്ളിയെന്ന് പറയുന്ന സീതി ഹാജി പാലത്തിന് സമീപത്തു നിന്ന് തന്നെയാണ് പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ എല്ലിൻ കഷ്ണം കണ്ടെടുത്തത്. നേവിയുടെ സഹായത്തോടെ തിരച്ചിലിലാണ് എല്ലിൻ കഷ്ണം കണ്ടെത്തിയത്. മൂലക്കുരു ചികിത്സയ്ക്കുള്ള ഒറ്റമൂലി തട്ടിയെടുക്കുന്നതിനായി കൊത്തിനുറുക്കി പുഴയിൽ തള്ളിയ മൈസൂരുവിലെ നാട്ടുവൈദ്യൻ ഷാബാ ഷെരീഫിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നതിനുള്ള തിരച്ചിലിലാണ് പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ എല്ലിൻ കഷ്ണം കണ്ടെത്തിയത്. മൃതദേഹം തള്ളിയെന്ന് പറയപ്പെടുന്ന സീതി ഹാജി പാലത്തിന് സമീപത്തു നിന്ന് തന്നെയാണ് എല്ലിൻ കഷ്ണവും ലഭിച്ചത്. നേവിയുടെ സഹായത്തോടെ ശനിയാഴ്ച നടത്തിയ തിരച്ചിലിലാണ് എല്ലിൻ കഷ്ണം ഉച്ചയോടെ കണ്ടെടുത്തത്. കോടതിയുടെ അനുമതിയോടെ എല്ലിൻ കഷ്ണം ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. ഇതിനുശേഷം മാത്രമേ കേസുമായി ബന്ധപ്പെട്ടതാണോ എന്ന് വ്യക്തമാകുകയുള്ളൂ. കൊച്ചിയിൽ നിന്നും നാവികസേനയുടെ 5 മുങ്ങൽ വിദഗ്ധരും ഫയർഫോഴ്സിന്റെ സ്കൂബ സംഘവും എമർജൻസി റെസ്ക്യൂ ഫോഴ്സും സിവിൽ ഡിഫൻസ് അംഗങ്ങളും തിരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസ് നേരിട്ടെത്തി തിരച്ചിലിന് നേതൃത്വം നൽകുകയും ചെയ്തു. 2 ദിവസത്തിനുള്ളിൽ പാലത്തിന് 200 മീറ്റർ ചുറ്റളവിലായി പരിശോധന പൂർത്തിയാക്കി. പോഷക നദികളുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ തുടരെയുള്ള മഴ മൂലം ചാലിയാറിലെ ജലനിരപ്പ് ഉയർന്ന് അടിയൊഴുക്ക് ശക്തിപ്പെട്ടിട്ടുണ്ട്. ഇത് തിരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തു. കാലാവസ്ഥ അനുകൂലമായാൽ ഞായറാഴ്ചയും തിരച്ചിൽ തുടരാനാണ് തീരുമാനം. 2 ദിവസത്തേക്കാണ് നാവികസേനയെ ആവശ്യപ്പെട്ടിരുന്നത്. പാലത്തിനോട് ചേർന്ന് എല്ലിൻ കഷ്ണം കണ്ടെത്തിയതോടെ കൂടുതൽ തെളിവുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഞായറാഴ്ച വരെ കൂടി പരിശോധന നടത്താൻ പോലീസിന് പ്രേരണയായത്. ഡിവൈഎസ്പിമാരായ സാജു കെ എബ്രഹാം, KM ബിജു, നിലമ്പൂർ CI P വിഷ്ണു, എടവണ്ണ SHO അബ്ദുൾ മജീദ് എന്നിവരുടെ സാന്നിധ്യത്തിൽ വൻ പോലീസ് സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ചാലിയാർ പുഴയ്ക്ക് കുറുകെയുള്ള സീതി ഹാജി പാലത്തിന്റെ 3ാം തൂണിന് സമീപത്തു നിന്നാണ് വെട്ടിമുറിച്ച മൃതദേഹാവശിഷ്ടങ്ങൾ 5 ചെറിയ പ്ലാസ്റ്റിക് കവറുകളിലാക്കി ചാലിയാർ പുഴയിലേക്ക് എറിഞ്ഞതെന്നാണ് മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫിന്റെ വെളിപ്പെടുത്തൽ. 2020 ഒക്ടോബർ മാസത്തിലാണ് മൃതദേഹാവശിഷ്ടങ്ങൾ പുഴയിലെറിഞ്ഞത്. ഇതിനുശേഷം ഒരു പ്രളയകാലം തന്നെ കടന്നുപോയി. എങ്കിലും പ്രതീക്ഷയോടെയാണ് പരിശോധന നടക്കുന്നതെന്ന് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു.